വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കേരളക്കരയെ ആവേശത്തിൽ ആറാടിക്കുകയാണ്. വഴിനീളെ ജനസാഗരം, ആർത്തിരമ്പുന്ന ആരവങ്ങൾ. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും അണപൊട്ടിയൊഴുകുന്ന ജനക്കൂട്ടം. പക്ഷേ ഈ സൂപ്പർ ഹിറ്റ് യാത്രയ്ക്ക് ചില കോണുകളിൽ നിന്ന് അടക്കം പറച്ചിലുകൾ ഉയർന്നു. യാത്രയിൽ വിഭാഗീയതയുടെ കല്ലുകടികൾ ഉണ്ടെന്നായിരുന്നു ആ ഒളിഞ്ഞു നോട്ടങ്ങളിൽ പറയുന്നത്. എന്നാൽ ഇതാ വടകരയുടെ സ്വന്തം ഷാഫി പറമ്പിൽ എം പി ആ അടക്കം പറച്ചിലുകൾക്ക് ഒരു മാസ് ഡയലോഗിലൂടെ മറുപടി പറഞ്ഞിരിക്കുന്നു. വിഭാഗീയതയല്ല ഉള്ളത്, ജനങ്ങളുടെ തിക്കും തിരക്കും മാത്രം. ഷാഫിയുടെ ഈ വാക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. വടകരയിൽ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിനിടയിലാണ് ഷാഫി വിവാദങ്ങളോട് പ്രതികരിച്ചത്. യാത്രയിൽ ഒരിടത്തും വിഭാഗീയതയോ വർഗീയതയോ ഇല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം അനുഭവപ്പെടുന്ന ഭൂതപൂർവമായ ജനത്തിരക്കാണ് ഇതിനുള്ള തെളിവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യാത്രയിൽ ജനങ്ങളുടെ വലിയ തോതിലുള്ള തിക്കും തിരക്കുമാണ് കാണുന്നത്. ഇത് സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ്. ഇതിനിടയിൽ വിഭാഗീയതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്, ഷാഫി പറമ്പിൽ പറഞ്ഞു. കുറ്റ്യാടിയിൽ സംഭവിച്ചതെന്ത് എന്ന് നോക്കാം. കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഷാഫി പറമ്പിലിനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടായതായി വാർത്തകൾ വന്നിരുന്നു. പരിപാടി 1.5 മണിക്കൂർ വൈകിയതിനാൽ സമയക്കുറവ് പരിഗണിച്ചാണ് അധ്യക്ഷൻ വേഗത്തിൽ സതീശനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചത്. സ്ഥലം എം പി എന്ന നിലയിൽ താൻ സംസാരിക്കണമെന്ന് സദസ്സിൽ നിന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടെങ്കിലും ജാഥ ക്യാപ്റ്റനായ സതീശന്റെ പ്രസംഗത്തിന് തടസ്സം നിൽക്കാൻ ഷാഫി തയ്യാറായില്ല. സതീശൻ സംസാരിച്ച ശേഷം അധ്യക്ഷൻ വീണ്ടും നിർബന്ധിച്ചപ്പോഴാണ് ഷാഫി ഒറ്റ വരിയിൽ പ്രസംഗം ഒതുക്കിയത്. കുറ്റ്യാടിയിൽ നടന്നത് തികച്ചും സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ മാത്രമാണെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നു. പരിപാടി വൈകിയതിനാലാണ് ജാഥ ക്യാപ്റ്റനെ നേരിട്ട് ക്ഷണിച്ചത്. ഷാഫിയുമായി ബന്ധപ്പെട്ട് യാതൊരു ആശയക്കുഴപ്പമില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. കെ സുധാകരന്റെ വിട്ടുനിൽക്കലും കുറ്റ്യാടിയിലെ സംഭവവും ചേർത്തുവച്ച് ഗ്രൂപ്പ് പോര് സജീവമാണെന്ന വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിൽ തന്നെ നേരിട്ട് വിശദീകരണവുമായി രംഗത്ത് എത്തിയത്. യാത്രയുടെ ശോഭ കെടുത്താൻ വിവാദങ്ങൾ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഷാഫി പറമ്പിൽ. കുറ്റ്യാടിയിൽ പുതുയുഗ യാത്രയുടെ വേദി ശ്രദ്ധ നേടിയത് ഒരു നേതാവ് മൈക്ക് ചാടിപ്പിടിച്ചതും നേതാക്കൾ കൂട്ടത്തോടെ വേദിയിൽ ഇടിച്ചു നിന്നതോടെയുമാണ്. വേദിയിൽ അധ്യക്ഷ സ്ഥാനത്ത് DCC ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കട്ടിലായിരുന്നു. ചടങ്ങിൽ ഷാഫി പ്രസംഗിക്കുന്നതിനെ ചൊല്ലി തർക്കം ഉണ്ടാവുകയായിരുന്നു. സമയം വൈകിയതിനാൽ താൻ സംസാരിക്കുന്നില്ലെന്ന് ഷാഫി നിലപാടെടുത്തെങ്കിലും പ്രമോദ് അടക്കമുള്ളവർ നിർബന്ധം പിടിച്ചു. ഇതോടെ പ്രമോദ് മൈക്കിന് മുന്നിലെത്തിയപ്പോൾ ഷാഫി പറമ്പിൽ വട്ടം പിടിച്ചു. ഇതോടെ വേദിയിൽ നേതാക്കൾ തമ്മിൽ മസില് പിടിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. തിരക്ക് കൂടിയപ്പോൾ പിന്നിൽ നിന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ തള്ളലിൽ താഴെ വീഴുകയും ചെയ്തു. പരിപാടിയിൽ അല്പം ഗമ കാണിക്കാൻ വേണ്ടി മൈക്കിന് മുന്നിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു പ്രമോദ് കക്കട്ടിലെന്ന് പറയുന്നു. സതീശൻ പ്രസംഗിക്കുമ്പോൾ ചാനൽ ക്യാമറയിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ നേതാവ് പിന്നാലെ ചുറ്റിക്കളിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. മൈക്കിൽ ചാടി വീഴുന്നതും കാണാം. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴ തുടങ്ങിയിട്ടുണ്ട്.